ബ്ലാസ്റ്റേഴ്സ് താരം സച്ചിന്റെ അമ്മ ലീനയും നമുക്കൊപ്പം ഉണ്ട്. നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാൻ എന്തൊക്കെയാ വിശേഷങ്ങൾ എന്നുള്ള കാര്യം. സച്ചിന്റെ മത്സരങ്ങൾ അങ്ങനെ കാണാൻ പോകാറില്ല, ഗ്രൗണ്ടിൽ പോകാറില്ല. ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഗ്രൗണ്ടിൽ പോയി കാണാൻ? ബോള് അവന്റെ അടുത്തേക്ക് വരുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കളി കാണാറില്ല. ടിവിയിലും കാണാറില്ല. കഴിയുമ്പോ മാത്രമാണ് ഹൈലൈറ്റ്സ് ഒക്കെ വരില്ല. അപ്പൊ അത് കാണും. ഇടയ്ക്ക് പെനാൽറ്റി സേവ് ഒക്കെ വരുന്ന സമയത്ത് ഓടി ഇപ്പോ ഇടയ്ക്ക് വന്ന് നോക്കും. ആ സമയത്ത് അമ്മ എന്തായിരിക്കും ചെയ്യുക? ഞാനവിടെ ഒരു റൂമിലിരുന്ന് ഇങ്ങനെ ഇരിക്കും, പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൊച്ചുനാളിൽ ഞാൻ കേട്ടിട്ടുള്ളതനുസരിച്ച് സച്ചിനെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ അമ്മയാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. സച്ചിൻ ചെറുപ്പത്തിൽ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണെന്നാണ് അറിയുന്നത്. പെട്ടെന്ന് ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അമ്മ എന്ന രീതിയിൽ വിഷമം തോന്നിയിട്ടുണ്ടോ ഭക്ഷണം? ഇല്ല, അവൻ 7ാം ക്ലാസ് കഴിഞ്ഞ് 8 കഴിഞ്ഞ് 9ാം ക്ലാസ്സിൽ നിന്ന് ഇവിടെ പോയില്ല. അപ്പൊ പിന്നെ ഇടയ്ക്ക് വരുള്ളൂ. അതുവരെ നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ അവന് ഇഷ്ടമുള്ളത് തന്നെ കൊടുക്കും. ചിക്കനാണ് കൂടുതൽ ഇഷ്ടം, അപ്പൊ അതിന് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ വരുമ്പോൾ മകന്റെ ബോഡിയൊക്കെ ഒന്ന് മെലിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ അമ്മയ്ക്കൊരു വിഷമം തോന്നിയിട്ടുണ്ട്. നല്ല വിഷമം തോന്നും. പക്ഷെ അവൻ അങ്ങനെയുള്ള വിഷമങ്ങളൊന്നുമില്ല. അവൻ ഫുട്ബോളിന് വേണ്ടി അവൻ്റെ എല്ലാം കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ എനിക്ക് പണ്ട് അവന് ഫുട്ബോളിൽ പോണതിൽ ഇത്തിരി വിഷമം ഉണ്ടായിരുന്നു. കാരണം പഠനത്തിൽ പിന്നോക്കം പോകുമെന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു അതിന് മുന്നേ. അപ്പോൾ അതൊന്നും കുഴപ്പമുണ്ടാവില്ല, ഞാൻ പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആളും സച്ചിൻ്റെ അച്ഛനും നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു നല്ലൊരു കളിക്കാരനാവും എന്നുള്ളത്. അപ്പൊ പിന്നെ ഞാനും അതിലേക്ക് അങ്ങോട്ട് ഇൻവോൾവ് ആയി. ഡിഗ്രി എടുക്കണമെന്ന് അമ്മ കട്ടായം പറഞ്ഞു. അത് കംപ്ലീറ്റ് ഒരു പേപ്പറും കൂടെ എഴുതാനുണ്ട്. അപ്പൊ അത് നമ്മ ഒരു പ്രധാന ഹെഡ് മാസ്റ്റർ ആണെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ അധ്യാപകരുടെയിൽ മകനെ കളിക്കാൻ വിടുന്നത് ശരിയാണോ എന്ന ചോദ്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇല്ല, അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ എല്ലാവർക്കും വളരെ അഭിമാനമാണ്. ടീച്ചറുടെ മോൻ എല്ലാവരും അറിയുന്ന ഒരു സെലിബ്രിറ്റി എന്നൊക്കെ അവർ പറയും. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും തോന്നില്ല, കാരണം നമ്മുടെ മോൻ അല്ലേ. ഏത് മത്സരമാണ് സച്ചിൻ്റെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളത്? സെക്കൻഡ് മത്സരമാണോ, ജംഷഡ്പൂരായിട്ടുള്ളവൻ. അപ്പോൾ ഞാൻ കളി കാണാനായിട്ട് ഇടയ്ക്കൊക്കെ എനിക്ക് പോകാനായിട്ട് നോക്കും. പക്ഷേ മോള് സമ്മതിക്കില്ല. അമ്മ ഇവിടെ തന്നെ ഇരുന്നാൽ മതി, ബ്രേക്ക് ആകുമ്പോൾ പോയാൽ മതി. ഞാൻ അവള് പറഞ്ഞ അവിടെ ഇരിക്കും. കാരണം അവള് പറഞ്ഞത് കേൾക്കാതെ പോയിണെങ്കിൽ എന്തെങ്കിലും ഉണ്ടായോ എന്നുള്ളൊരു ടെൻഷനിൽ അവിടെ ഇരുന്ന് പിന്നെ കളി മുഴുവൻ കണ്ടു. പക്ഷെ എന്നാലും അവൻ്റെ ആ പോസ്റ്റിലേക്ക് ഗോള് വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. അത് പറയാൻ പറ്റില്ല. അപ്പോൾ ചോദിക്കും എന്തിനാ അത് ടെൻഷൻ അടിക്കണേന്ന് സച്ചിൻ്റെ അച്ഛനൊക്കെ ചോദിക്കും. പക്ഷെ അത് പറയാൻ പറ്റില്ല. മത്സരത്തിന് മുമ്പ് സച്ചിൻ ഒരു കോളുണ്ടോ, ഒരു വിളിയുണ്ടോ അമ്മയെ വിളിക്കുന്നത്? വിളിക്കും. എല്ലാ ദിവസം പോകുമ്പോഴും വിളിക്കും. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം വിളിക്കും. എല്ലാ ദിവസവും വിളിക്കും. അതൊരു ലെക്കായിട്ട് സച്ചിൻ വെക്കുന്നുണ്ടോ ഈ മത്സരത്തിന്? അറിയില്ല, അച്ഛനെയും വിളിക്കും, എന്നെയും വിളിക്കും. അങ്ങനെയുള്ളൂ. സച്ചിനിൽ ചെറുപ്പത്തിൽ ഈ ഒരു ഫുട്ബോൾ ഇപ്പൊ അച്ഛൻ സ്വാഭാവികമായിട്ടും കൊണ്ടുപോകുന്നുണ്ട്. അമ്മയ്ക്ക് ഏത് മൊമെന്റിലാണ് തോന്നിയത് സച്ചിൻ ഒരു ഫുട്ബോൾ ആയേക്കാം എന്ന് തോന്നിയൊരു മൊമെന്റ് ഏതാണ്? അത് ചെറുപ്പം തൊട്ട് തന്നെ ആള് പറയായിരുന്നു ആൺകുട്ടിയാണെങ്കിൽ ഗോൾ കീപ്പർ ആക്കും എന്നുള്ളത് പറയായിരുന്നു. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ കളിക്കാൻ ആള് ടീമും കൊണ്ടുപോകുമ്പോൾ ഒപ്പം കൊണ്ടുപോകും. മോളേനെയും കുറച്ച് വലുതാവുന്ന വരെ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ പിന്നെ വലുതായപ്പോൾ പിന്നെ അവളെ കൊണ്ടുപോകാറില്ല. അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തോന്നി. നല്ലൊരു പ്ലെയർ ആവുമെന്ന് തോന്നി. സ്കൂളിലെ കുട്ടികളും ഇപ്പൊ ഭയങ്കര ആരാധകരായിരിക്കുമല്ലോ. ടീച്ചർ അമ്മയുടെ ആരാധകൻ കൂടിയായി മാറുന്നുണ്ടോ? എന്നെ അവർക്ക് പേടിയാന്ന് തോന്നുന്നു. കുട്ടികൾക്ക് പേടിയാണ്. അപ്പോൾ സ്പോർട്സിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ടീച്ചർ സ്കൂളിൽ? ഞങ്ങളുടെ പൂമല സ്കൂളിൽ ഈസ്റ്റ് സബ് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. അപ്പോൾ സബ് ഡിസ്ട്രിക്ട് ലെവലിൽ നമുക്ക് ഫുട്ബോളിൽ ഫസ്റ്റ്, സെക്കൻഡ്, കൊക്കോ, വോളിബോളിലൊക്കെ നമ്മൾ ടീം കൊണ്ടുപോകാറുണ്ട്. പിന്നെ അത്ലറ്റിക്സിലും ഒക്കെ കിട്ടാറുണ്ട്. ഞാനും ചെറുപ്പത്തിലൊരു അത്ലറ്റായിരുന്നു. 100 മീറ്ററും ലോങ് ജമ്പും. അപ്പോൾ പിന്നെ ഞാനും ഇപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ വരെ പോയി മത്സരിച്ചിട്ടുണ്ട്. സച്ചിൻ്റെ ഇത്രയും ISL മത്സരങ്ങൾ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരം ഏതായിരുന്നു തോന്നുന്നുണ്ട്? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ പെനാൽറ്റി തട്ടിയത് അച്ഛനെപ്പോഴും പറയായിരുന്നു. സച്ചിൻ്റെ അച്ഛനെപ്പോഴും പറയുന്നു അവൻ്റെ ഗോൾ പോസ്റ്റിൽ ഒരു പെനാൽറ്റി വന്ന് അവൻ എടുത്തിരിക്കും, കളിയുടെ ഇടയിൽ വന്ന് എടുത്തിരിക്കും എന്നുള്ളത്. കാരണം അച്ഛനെപ്പോഴും കൂടെ പോകാറുണ്ട് അവൻ്റെ മറ്റു മത്സരങ്ങളിലൊക്കെ. അപ്പോൾ ബാക്കിലിരുന്ന് അവന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കളിയുടെ സമയത്ത് തന്നെ നിർദ്ദേശങ്ങൾ. ആള് ഭയങ്കര എക്സ്പ്രസീവാണ്, എന്നെ പോലെയല്ല. അപ്പോൾ തന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും.
ഓക്കെ. അപ്പോൾ സച്ചിൻ്റെ പ്രാക്ടീസിനുള്ളിലൊക്കെ സച്ചിൻ്റെ അച്ഛൻ പണ്ട് വഴക്ക് പറയുമ്പോൾ പുള്ളി നന്നായിട്ട് വിഷമിച്ചിട്ട് ഇവിടെ വരുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ വീട്ടിലായാലും ഞാൻ പറയും അങ്ങനെയൊന്നും ചീത്ത പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, അത് ഈ കളിയുടെ ഒരു ഭാഗമാണെന്ന് പറയും. ഓക്കെ. കരഞ്ഞുകൊണ്ടിരുന്ന മകനെ എങ്ങനെയാണ് അമ്മ ആശ്വസിപ്പിച്ചിട്ടുള്ളത്? അവൻ്റെ ഒരു കാം സ്വഭാവമാണ്, അങ്ങനെ അങ്ങോട്ട് ദേഷ്യം വരില്ല അവന്. അപ്പോൾ ഞാൻ പറയും കരയണ്ട, അപ്പോൾ അവന് കുഴപ്പമില്ല, അവനറിയാം അത് നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് അറിയാം, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. ചിക്കൻ അല്ല സച്ചിൻ എന്താണ് ഈ ഒരു സമയത്ത് 9ാം ക്ലാസ് തൊട്ട് ഹോസ്റ്റലിലാണ് നിന്നിരുന്നത്. അതിനു മുമ്പ് മറ്റേ കടല പയർ അങ്ങനത്തെ ഇഷ്ടമുണ്ടായിരുന്നു. അവിടെ നിന്ന് പോയി വന്നതിന് ശേഷം എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചു തുടങ്ങിയവൻ, എന്തും കഴിക്കും. ഇപ്പൊ ഇന്റർനാഷണൽ ബ്രേക്ക് വരാൻ പോവുകയാണ്, ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരണതാണ് സച്ചിന്റെ ആഗ്രഹം. ഇന്ന് വൈകുന്നേരം വരും. ഓക്കെ. അപ്പൊ ഇവിടെ എന്തെങ്കിലും സെഷൻ പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും വേണം എന്നങ്ങനെ ഒരു ആവശ്യം? ഇല്ല, അവൻ അങ്ങനെ ഒന്നും പറയില്ല. അവന് സാധാരണ പോലെയുള്ള ഫുഡ്. പിന്നെ ഞാൻ വർക്ക് ചെയ്യണ കാരണം അവൻ വരുമ്പോ എനിക്ക് വീട്ടിൽ നിൽക്കാനും സമയം കിട്ടാറുമില്ല. അപ്പൊ അമ്മയുടെ ഒരു കാം സ്വഭാവമാണോ സച്ചിന്? അതേന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് മത്സരത്തിന് സച്ചിൻ ഇറങ്ങാൻ നേരത്ത് എന്തായിരുന്നു അമ്മയുടെ മനസ്സിൽ? ഭയങ്കര ടെൻഷനായിരുന്നു. ആയിരുന്നല്ലേ? ഞാൻ പോയിണ്ടായിരുന്നില്ല കളി കാണാൻ. ടെൻഷനുണ്ട്, എല്ലാ കളിക്കും ടെൻഷൻ ഉണ്ടാവും. ലൈവ് കാണാൻ ഇതുവരെ ഒരു ലൈവ് കാണാൻ TV-യിൽ ലൈവ് കാണാൻ ഇരുന്നിട്ടില്ല അങ്ങനെ. ഓക്കെ. അപ്പോൾ നമുക്ക് സച്ചിനെ ഇന്ത്യൻ ജേഴ്സിയിൽ കാണാൻ കഴിയട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും അമ്മ ഒന്നുകൂടെ ഇങ്ങനെ കാണാൻ കഴിയട്ടെ. സന്തോഷം. ഓക്കെ, താങ്ക് യു.